Good morning, children. Welcome back to ICT class. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഓക്കെ, യെസ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അവർ സിക്സ്ത് ചാപ്റ്റർ. ഓക്കെ, ഇന്ന് നമ്മുടെ ആറാമത്തെ അധ്യായമായ വിവരവീഥിയിലൂടെ അല്ലെങ്കിൽ അലോങ് ദ ഇൻഫർമേഷൻ പാത്വേസ് എന്ന അധ്യായമാണ് ആരംഭിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് എ തിയറി ചാപ്റ്റർ. ഓക്കെ, ഇതൊരു തിയറി ചാപ്റ്റർ ആണ്. ഓക്കെ, ആൻഡ് ദിസ് ചാപ്റ്റർ ഇസ് ബേസ്ഡ് ഓൺ ഇൻ്റർനെറ്റ് ആണ്. ഇൻ്റർനെറ്റ് എന്നുള്ള ആ ഒരു ടോപ്പിക് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു അവർ ചാപ്റ്റർ അലോങ് ദ ഇൻഫർമേഷൻ പാത്വേസ്, വിവരവീഥിയിലൂടെ. ഓക്കെ, you can see a picture. Yes, a boy and a girl. Okay, that's a conversation between a boy and a girl. ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട് അല്ലേ? അപ്പം അവർ തമ്മിലുള്ളൊരു സംഭാഷണത്തിൻ്റെ ഒരു പിക്ചറാണത് അല്ലേ? ഇപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, പെൺകുട്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ആൺകുട്ടിയോട് അല്ലേ? ഇപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. There is no newspaper today. Then how can we read the news in the assembly? പെൺകുട്ടി ചോദിക്കുകയാണ്, ഇന്ന് പത്രമില്ലല്ലോ, അസംബ്ലിയിൽ എങ്ങനെ പത്രം അല്ലെങ്കിൽ വാർത്ത വായിക്കും? അപ്പോൾ ആ ബോയ് റിപ്ലൈ ചെയ്യാണ്, ലെറ്റ്സ് ആസ്ക് അവർ ടീച്ചർ. ലാസ്റ്റ് ടൈം ഹി ഗോട്ട് ഇറ്റ് ഫ്രം ദ ഇൻ്റർനെറ്റ് ഫോർ അസ്. ഓക്കെ, നമുക്ക് സാറിനോട് ചോദിക്കാം, കഴിഞ്ഞ തവണ ഇൻ്റർനെറ്റിൽ നിന്നാണ് വാർത്ത എടുത്തു തന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, ഇൻ്റർനെറ്റ് എന്നുള്ള ഒരു വേർഡ്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് എന്താണ് ഇൻ്റർനെറ്റ്. നിങ്ങളൊക്കെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നെക്കാൾ നന്നായിട്ട് എന്താണ് ഇൻ്റർനെറ്റ് എന്നും ഇൻ്റർനെറ്റിൻ്റെ സർവീസസ് എന്താണെന്നും ഇൻ്റർനെറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. ഓക്കെ, ഓക്കെ, വാട്ട് ഇസ് ദ ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിന് എന്താണ് ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലേ? ബ്രീഫായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഇൻ്റർനെറ്റ്? all of you take your 43. ഓക്കെ, പേജ് നമ്പർ 43. എല്ലാവരും പേജ് നമ്പർ 43, പേജ് നമ്പർ 43 എടുക്കുക. ഓക്കെ, ലിസൺ. ഇൻ്റർനെറ്റ് ഈസ് എ ചെയിൻ ഓഫ് ഇൻ്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ഓൾ അറൗണ്ട് ദ വേൾഡ്. ഓക്കെ, കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ലോകം മുഴുവനും വിന്യസിച്ചിരിക്കുന്ന ഒരു ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. എന്താണ് ഇൻ്റർനെറ്റിൻ്റെ ഫുൾ ഫോം? സോറി, ഇൻ്റർനെറ്റ് എന്താണ്? കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ലോകം മുഴുവനും വിന്യസിച്ചിരിക്കുന്ന ഒരു ശൃംഖല. ഇൻ്റർനെറ്റ് ഈസ് എ ചെയിൻ ഓഫ് ഇൻ്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ഓൾ അറൗണ്ട് ദ വേൾഡ്. ഓക്കെ, ദ കമ്പ്യൂട്ടേഴ്സ് വിച്ച് കളക്ട് ആൻഡ് സ്റ്റോർ ഇൻഫർമേഷൻ ആർ കോൾഡ് സെർവർ കമ്പ്യൂട്ടേഴ്സ്. ഇൻ്റർനെറ്റിൽ വിവരങ്ങൾ ശേഖരിക്കപ്പെട്ട കമ്പ്യൂട്ടറുകളെ സെർവർ കമ്പ്യൂട്ടറുകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, in addition to written information, we can store pictures, videos, sounds, animation, etc. on the internet. എഴുത്ത് രൂപത്തിലുള്ള വിവരങ്ങൾക്ക് പുറമേ ചിത്രങ്ങളും വീഡിയോകളും ശബ്ദങ്ങളും ആനിമേഷനുകളുമെല്ലാം ഇൻ്റർനെറ്റിൽ സൂക്ഷിക്കാം. Information stored on the internet is available in our computers too if we connect to the internet. ഓക്കെ, ഇൻ്റർനെറ്റിൽ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്കും ലഭ്യമാക്കാം. ഇതിനായി നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ചാൽ മതി. ഇപ്പോൾ എന്താണ് ഇൻ്റർനെറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, എന്താണ് ഇൻ്റർനെറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ, വാട്ട് ഇസ് ദ ഇൻ്റർനെറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ് എഴുതുക?
കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ലോകം മുഴുവനും വിന്യസിച്ചിരിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ഈസ് എ ചെയിൻ ഓഫ് ഇന്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ഓൾ അറൌണ്ട് ദ വേൾഡ്. ഓക്കെ, യെസ്, we all have heard of the internet. Okay, as suggested above, is the internet just a means for collecting news? What are the other kind of information available on the internet? നാം എല്ലാവരും ഇന്റർനെറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? മുകളിൽ പറഞ്ഞതുപോലെ വാർത്തകൾ മാത്രം ലഭിക്കുന്ന ഒരു സംവിധാനമാണോ ഇന്റർനെറ്റ്? അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഇന്റർനെറ്റിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണ്ടിക്കലും നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വാർത്തകൾ മാത്രമല്ല. ഓക്കെ, അപ്പോൾ ഇന്റർനെറ്റ് സം സർവീസസ് പ്രൊവൈഡ് ഓൺ ദ ഇന്റർനെറ്റ് ആർ ഗിവൺ ബിലോ. ഇന്റർനെറ്റിലെ ചില സേവനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. വാർത്തകൾ അറിയാം, ചിത്രങ്ങൾ കാണാം അല്ലേ, പ്രൊവൈഡ് ന്യൂസ്, ഷോസ് പിക്ചേഴ്സ്, എന്തൊക്കെയാണ് വേറെ എന്തൊക്കെയാണ്, പ്രൊവൈഡ്സ് ബുക്സ് ഫോർ റീഡിങ് അല്ലേ, പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും, നമുക്ക് സിനിമകൾ കാണാൻ പറ്റും അല്ലേ, പാട്ട് കേൾക്കാൻ പറ്റും, എന്താണ് ഗെയിം കളിക്കാൻ പറ്റും അല്ലേ. അങ്ങനെ കുറേ ഭൂരിഭാഗം എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഈ പറഞ്ഞത്. കൂടാതെ വേറെ അധികം കുറേ കാര്യങ്ങളുണ്ട് ഇൻ്റർനെറ്റിൻ്റെ സർവീസായിട്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ അതിന് ഇൻ്റർനെറ്റിൽ വരുന്ന തന്നെ കുറേ കൺസെപ്റ്റ്സ് ഉണ്ട്. ഇൻ്റർനെറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് കുറേയധികം എന്താണ് ഇൻ്റർനെറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള വേറെയും കുറേ കൺസെപ്റ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ഹൗ ക്യാൻ വി സെർച്ച് പിക്ചേഴ്സ് ഓൺ ദ ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റിൽ എങ്ങനെ നമുക്ക് പിക്ചേഴ്സ് സെർച്ച് ചെയ്യാം? അതേപോലെ ഹൗ ക്യാൻ വി ഡൗൺലോഡ് എ പിക്ചർ ഫ്രം ദ ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റിൽ നിന്ന് എങ്ങനെ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യാം? ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാവരും ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ആ ബോക്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഫർമേഷൻ ഇൻ ദ ഇൻ്റർനെറ്റ്. In the internet, pages containing information are known as web pages. ഇൻ്റർനെറ്റിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ പേജുകളെ വെബ് പേജുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, സച്ച് വെബ് പേജസ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ്. സമാനമായ കുറേ വെബ് പേജുകൾ ചേർത്താണ് വെബ്സൈറ്റുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. We can view them with the help of browser software. അപ്പോൾ ഈ വെബ്സൈറ്റുകളൊക്കെ നമുക്ക് ബ്രൗസർ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ കാണാവുന്നതാണ്. മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, എക്സ്ട്രാ ആർ സം ഓഫ് ദ വെബ് ബ്രൗസർ സോഫ്റ്റ്വെയർസ്. അപ്പോൾ ബ്രൗസർ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ് മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം തുടങ്ങിയവ. When we type the website address in the address bar of the browser software and press the enter key, we are taken to the website. ബ്രൗസർ സോഫ്റ്റ്വെയറിൻ്റെ അഡ്രസ് ബാറിൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അമർത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ പറ്റും. ഓക്കെ, ഇഫ് യു വാണ്ട് ടു വിസിറ്റ് ദ വെബ്സൈറ്റ് ഗൂഗിൾ, ടൈപ്പ് www.google.co.in in the address bar ഓഫ് ദ ബ്രൗസർ സോഫ്റ്റ്വെയർ. ഓക്കെ, ഗൂഗിൾ എന്ന വെബ്സൈറ്റ് ലഭിക്കണമെങ്കിൽ ബ്രൗസർ സോഫ്റ്റ്വെയറിൻ്റെ അഡ്രസ് ബാറിൽ www.google.co.in എന്ന അഡ്രസ്സ് ടൈപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ യാഹു എന്ന വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യാഹു ഒരു സെർച്ച് എഞ്ചിനാണ്. സെർച്ച് എഞ്ചിൻ എന്താണെന്നുള്ളത് അടുത്തതായിട്ട് പറയാൻ പോകുന്നുണ്ട്. ഓക്കെ, അടുത്ത സെക്ഷനിൽ പറയും. അപ്പോൾ യാഹുവിൻ്റെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്നൊരു അഡ്രസ്സ് http://in.yahoo.com എന്നുള്ള അഡ്രസ്സാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് ഇൻ്റർനെറ്റ് എന്നും ഇൻ്റർനെറ്റിലെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളുമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് ഇൻ്റർനെറ്റ്, വാട്ട് ഈസ് ഇൻ്റർനെറ്റ്. എന്താണ് ഇൻ്റർനെറ്റ്? ഈസ് എ
ചെയിൻ ഓഫ് ഇൻ്റർ കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ഓൾ അറൗണ്ട് ദ വേൾഡ്. ലോകം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ പരസ്പരം ബന്ധിപ്പിച്ച് ലോകം മുഴുവൻ വിന്യസിച്ചിരിക്കുന്ന ഒരു ശൃംഖലയാണ് ഇൻ്റർനെറ്റ്. പിന്നെ എന്താണ് സെർവർ കമ്പ്യൂട്ടറുകൾ എന്ന് പറഞ്ഞു. വാട്ട് ഈസ് സെർവർ കമ്പ്യൂട്ടേഴ്സ്? ഇൻ്റർനെറ്റിൽ വിവരങ്ങൾ ശേഖരിക്കപ്പെട്ട കമ്പ്യൂട്ടറുകളെ സെർവർ കമ്പ്യൂട്ടറുകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദ കമ്പ്യൂട്ടേഴ്സ് വിച്ച് കളക്ട് ആൻഡ് സ്റ്റോർ ഇൻഫർമേഷൻ ആർ കോൾഡ് സെർവർ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞുള്ളത്? ഇൻ്റർനെറ്റിൽ എന്തെല്ലാം വിവരങ്ങൾ ഇൻ്റർനെറ്റിലെ കൂടി നമുക്ക് ശേഖരിക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ വെബ് പേജുകൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ പേജുകളെ വെബ് പേജുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റ് പേജസ് കണ്ടെയ്നിങ് ഇൻഫർമേഷൻ ആർ നോൺ ആസ് വെബ് പേജസ്. ഓക്കെ, സച്ച് വെബ് പേജസ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് എ വെബ്സൈറ്റ്. സമാനമായി കുറേ വെബ് പേജുകൾ ചേർത്താണ് വെബ്സൈറ്റുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്താണ് ബ്രൗസർ സോഫ്റ്റ്വെയറുകളെ കുറിച്ചുള്ള എക്സാമ്പിൾ പറഞ്ഞു. ഈ വെബ്സൈറ്റൊക്കെ നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ ബ്രൗസർ സോഫ്റ്റ്വെയർ എന്തായാലും വേണം അല്ലേ. ദ എക്സാമ്പിൾസ് ഓഫ് ബ്രൗസർ സോഫ്റ്റ്വെയർസ് ആർ ഫയർഫോക്സ്, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് നന്നായി വായിക്കുക. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, സി യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ടേക്ക് കെയർ.